ഇമാം മാലിക് എന്നവരുടെ ദർസില് മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ കൂടിയപ്പോ ആരോ പറഞ്ഞു, ഇമാം മാലിക് എന്നവരെ നിങ്ങളുടെ ദർസിനിടയിൽ ഒരു മുബല്ലിഗിനെ ഏൽപ്പിച്ചൂടെ? മക്കത്തും മദീനത്തൊക്കെ എത്തിയാൽ കാണാൻ പറ്റും, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വേറൊരു അല്ലാഹു അക്ബർ അല്ലെ, ഇമാം റുകൂക്ക് പോയാൽ ഒരു അല്ലാഹു അക്ബർ വേറെ. മുബല്ലിഗ് എന്നാ പറയാ. തങ്ങളുടെ കാലത്ത് മൈക്കൊന്നും ഇല്ലാത്ത കാലം അന്ന് മുബല്ലിഗുകളാണ്, അവർ ഏറ്റുപറയും. അതിപ്പോഴും ആ ചര്യ സുന്നത്ത് നിലനിർത്തുകയാണ്. ഇപ്പൊ വാങ്ക് വിളിക്കുമ്പോ വാങ്കാണെന്നാ പറയാ. വാങ്ക് വിളിക്കുമ്പോ ചെവിയിൽ വിരല് വെച്ച് വിളിക്കല് സുന്നത്താണ്. ഹയ്യ അലൽ സ്വലാ എന്ന് പറയുമ്പോ ഷോൾഡർ തിരിയാതെ കഴുത്തുകൊണ്ട് വലത്തോട്ട് തിരിയല് സുന്നത്താണ്. ഹയ്യ അലൽ ഫലാഹ് ഇടത്തോട്ട് തിരിയൽ സുന്നത്താണ്. മൈക്ക് വെക്കുമ്പോ ഇടത്തും വലത്തൊക്കെ സൈമനല്ല, ശബ്ദം ഒരേപോലെയല്ലേ പോകുന്നത് എന്ന ന്യായമുണ്ടെങ്കിൽ പോലും ആ സുന്നത്ത് അവിടെ സുന്നത്താണ്. അപ്പോഴും തിരിയണം വലത്തോട്ട്. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. ചെവിയിൽ കൈവെക്കും ചെയ്യും. അന്ന് മൈക്കില്ലാത്ത കാലം ഒച്ച കിട്ടാൻ വേണ്ടി ചെവി പൊത്തിപ്പിടിക്കണതാണത്. എന്റെ ഹിക്മത്ത് അതാണ്. പക്ഷേ ഇന്നും വാങ്കിലത് ചെയ്യണമെന്ന വാങ്ക് വിളിക്കുമ്പോൾ അത് സുന്നത്താണ് എന്ന പോലെ ഒരു മുബല്ലിഗിനെ വെച്ചുകൂടെയോ? മദീന പള്ളിയിൽ അങ്ങ് പറയുന്ന ദർസ് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു ഒച്ചയുള്ള ഒരാൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നത് അതുപോലെ ബാക്കിലുള്ളവർക്ക് കേൾക്കാൻ ഒന്ന് ഉറക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു എന്ന് ഇമാം മാലിക് എന്നവരോട് നേരത്തെ പറഞ്ഞ മാലിക് ഇമാമിനോട് പറഞ്ഞപ്പോ ഇമാം മാലിക് തങ്ങളുടെ ആ ഹൃദയം, സ്നേഹം നിറഞ്ഞു കിടക്കുന്ന ഹൃദയത്തിന്റെ ആ തെളിമയിൽ ചാലിച്ചുകൊണ്ട് മഹാനൊരാശയം പറഞ്ഞു കൊടുത്തു. വേണ്ട, എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പുണ്യ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളാരും ഒച്ച വെച്ച് സംസാരിക്കരുതേ. ഇവിടെ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഹബീബാ നബി തങ്ങളല്ലേ അരികത്ത് കിടക്കുന്നത്. ആ പരിശുദ്ധരായ ഹബീബിന്റെ മുമ്പിൽ അനാദരവ് കാണിക്കലാണ്. ജീവിച്ചിരിക്കുമ്പോഴും ഹബീബ് വഫാത്തായി കിടക്കുമ്പോഴും ഹബീബിന്റെ ഹദറത്തിൽ വെച്ച് ഉറക്കെ പറയരുത്, ഉറക്കെ സംസാരിക്കരുത് എന്നല്ലയോ ഖുർആൻ പറഞ്ഞത്? അതുകൊണ്ട് വേണ്ട, ഈ ശബ്ദം തന്നെ മതി. ഇത് ഹബീബിന്റെ പള്ളിയാണ്. മദീനത്തെ പള്ളിക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അവിടെ ആവേശം മൂത്തുകൊണ്ട് ഉറക്കെ പറയരുത്, ഉറക്കെ സംസാരിക്കരുത്. ലോകത്തിന്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ അവിടെ കിടക്കുന്നുണ്ട്. ഹബീബ് മൗനിയാണ്. അതുകൊണ്ട് മൗനമാണ് മദീനയുടെ ശബ്ദം. മൗനമാണ് മദീനയുടെ ശബ്ദം. ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ അല്ലാതെ അവിടെ നിങ്ങൾ അനാവശ്യമായി ഉറക്കെ സംസാരിക്കുന്നത് പോലും ഹബീബിനോട് ചെയ്യുന്ന അനാദരവാണ് എന്ന് പറഞ്ഞത് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു.